ദൈവം തൻ്റെ ജനത്തിന് സംരക്ഷണം കൽപ്പിച്ച് തൻ്റെ ജനത്തെ അതിശയകരമായും അത്ഭുതകരമായും നടത്തുന്ന ദൈവമാണ്. യെശയ്യാ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും. അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന് വെയിൽ തട്ടാതിരിപ്പാൻ തണലായും അതുപോലെ തന്നെ സങ്കേതവും മറവിടവുമായി ഒരു കൂടാരവും ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കൽപ്പിച്ചാക്കുന്നു. അതെ, 32-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മറവിടമായി, രക്ഷയുടെ ഉല്ലാസഘോഷമായി ദൈവം തന്നോട് കൂടിയിരിക്കും. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും, നിൻ്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കും. അതെ, ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഒരാപത്തും അനർത്ഥവും കഷ്ടവും തട്ടാതെ വണ്ണം ദൈവം തന്നെ പരിപാലിക്കും. 91-ാം സങ്കീർത്തനം 1-ാം വാക്യം, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ നാം തയ്യാറാകണം. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. അതെ, ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൻ്റെ വാഞ്ച, ആകാംക്ഷ, കാത്തിരിപ്പ് ജീവനുള്ള ദൈവത്തിനായി തന്നെ ആയിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി വിശ്വസ്തയോടെ, ധൈര്യത്തോടെ മുൻപോട്ട് പോയാൽ പകൽ വെയിൽ കൊള്ളാതെ വണ്ണം കൊടുങ്കാറ്റും മഴയുമുള്ള കാലത്ത് സങ്കേതവും മറവുമായിരിക്കേണ്ടതിന് അത്യുന്നതൻ്റെ മറവ് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി, നന്മയായി, അനുഗ്രഹമായി വെളിപ്പെടും. അതുകൊണ്ട് അത്യുന്നതൻ്റെ മറവിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.